എല്ലാവർക്കും മിനീസ് കിച്ചൺ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇഞ്ചിത്തൈരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ കറി നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും ദഹനത്തിനും എല്ലാം വളരെ നല്ലതാണ്. ഇഞ്ചിപ്പച്ചടി എന്നും ഈ കറിക്ക് പറയുന്നുണ്ട്. ഞാനിത് രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്, തേങ്ങ അരച്ചും തേങ്ങ ഇല്ലാതെയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. കൂടെ വീഡിയോ ലൈക്ക് ചെയ്ത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി കറി തയ്യാറാക്കാം നമുക്ക്. ഇതിനായി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കഴുകി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ ചൂടാക്കി അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ നൈസായിട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ. കൂടുതൽ കരിയാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച്. അല്പം പുളിയുള്ളതാണ് നല്ലത് കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പം ഉപ്പ് ഇട്ട് തൈരിലെ കട്ടയൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം സ്വാദ് തൈരിൽ വരട്ടെ. ഇനി കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് താളിച്ച് ഒഴിക്കണം. ഇതാ ആദ്യത്തെ രീതിയിലുള്ള ഇഞ്ചിപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് ഇഞ്ചിപ്പച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആവശ്യത്തിന് ഇഞ്ചിയും പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അല്പം തേങ്ങ മിക്സി ജാറിലേക്ക് ചിരവിയിട്ട് വെച്ചു. ഇനി ഇഞ്ചിയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂത്ത ഇഞ്ചി ആയതുകൊണ്ട് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവൊന്നും വേണ്ട. എരിവ് അത്ര അധികം ഇല്ലാത്ത 2 പച്ചമുളകാണിത്. ഇനി അത് വെള്ളം ചേർക്കാതെ അല്പം തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് അല്പം തൈര് ചേർത്ത് ഒന്ന് ഉടച്ചെടുക്കണം. അരപ്പിൽ തൈരുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും സ്വാദെല്ലാം തൈരിലേക്ക് നന്നായിട്ട് മിക്സ് ആവട്ടെ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് താളിച്ചൊഴിക്കണം. കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ച് ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചാൽ ഇതാ രണ്ടാമത്തെ രീതിയിലുള്ള ഇഞ്ചിത്തൈരും റെഡി ആയിട്ടുണ്ട്. രണ്ട് രീതിയിലും ഇഞ്ചിത്തൈര് അല്ലെങ്കിൽ ഇഞ്ചി പച്ചടി തയ്യാറാക്കിയിട്ടുണ്ട്. രണ്ടിനും നല്ല സ്വാദാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരാം.